ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3-ാം ക്ലാസ്സിൻ്റെ EVSലെ 7-ാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. 121-ാമത്തെ പേജ് വരെ പാർട്ട് 1 ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പാർട്ട് 2 122-ാമത്തെ പേജ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 122 മുതലാണ് കേട്ടോ. എന്താണ് ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത്? ലെറ്റ്സ് ഒബ്സർവ് ദ മൂൺ. ചന്ദ്രനെ നിരീക്ഷിക്കാം. ദ മൂൺ വിച്ച് ഈസ് ദ സെലഷ്യൽ സ്ഫിയർ ക്ലോസസ്റ്റ് ടു ദ എർത്ത് കനോട്ട് ഷൈൻ ബൈ ഇറ്റ് സെൽഫ്. ഭൂമിക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളമാണ് ചന്ദ്രന്. പക്ഷേ മൂണിന് എന്താണ്? സ്വയം പ്രകാശിക്കാൻ കഴിയില്ല. കനോട്ട് ഷൈൻ ബൈ ഇറ്റ് സെൽഫ് The moon reflects the sun's light falling on it. This is the reason for the moon's glow and the moonlight at night. സൂര്യൻ്റെ പ്രകാശം പ്രതിഫലിക്കുന്നതാണ് രാത്രിയിൽ ചന്ദ്രൻ്റെ തിളക്കത്തിനും നിലാവിനൊക്കെ കാരണം. അപ്പോൾ ഈ കുട്ടി ചിന്തിക്കുകയാണ്, സോ ഇറ്റ് ഈസ് ദ സൺ ഇറ്റ് സെൽഫ് ദാറ്റ് ഗിവ്സ് ദ ലൈറ്റ് അറ്റ് നൈറ്റ്. അപ്പോൾ രാത്രിയിലും വെളിച്ചം നൽകുന്നത് സൂര്യൻ തന്നെ ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയൂല എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ കുട്ടി ചിന്തിക്കുകയാണ്, രാത്രിയിലും പ്രകാശം തരുന്നത്, വെളിച്ചം തരുന്നത് സൂര്യൻ തന്നെയാണ് സൂര്യൻ തന്നെയാണെന്ന്. പക്ഷേ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് കേട്ടോ. ഇനി ഹൗ ബിഗ് ഈസ് ദ സൺ? സൂര്യൻ എന്തു വലുപ്പം? ഇമാജിൻ ദാറ്റ് ദ സൺ ഈസ് എ ബോൾ ഓഫ് ദ സൈസ് ഓഫ് യുവർ ക്ലാസ് റൂം. സൂര്യൻ നിങ്ങളുടെ ക്ലാസ് മുറിയുടെ വലുപ്പമുള്ള ഒരു പന്താണെന്ന് വിചാരിക്കുക. ദെൻ ദ എർത്ത് വിൽ ബി ആസ് സ്മോൾ ആസ് എ ബീഡ്. അപ്പോൾ എന്താണ്? അങ്ങനെയെങ്കിൽ ഒരു മുത്തിനോളം ചെറുതായിരിക്കും ഭൂമി. നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു ബോളാണ് സൺ എന്ന് വിചാരിച്ചാൽ ഒരു മുത്തിനോളം വലിപ്പമുള്ളതാണ് എന്ത്? ഭൂമി. ദ മൂൺ വിൽ ബി ആസ് സ്മോൾ ആസ് എ മസ്റ്റാർഡ് സീഡ്. അപ്പോൾ ചന്ദ്രനോ ഒരു കടുക് മണിയുടെ വലിപ്പമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് മുറിയുടെ വലിപ്പമാണ് എന്തിന്? സണ്ണിനെന്ന് വിചാരിക്കുകയാണെങ്കിൽ മുത്തിൻ്റെ വലിപ്പമാണ് ഭൂമിക്ക്, എർത്തിന്. മൂണിനോ മസ്റ്റാർഡ് സീഡിൻ്റെ വലുപ്പമേ ഉള്ളൂ. ബട്ട് ഇഫ് വി ലുക്ക് അറ്റ് ദ സെറ്റിംഗ് സൺ ആൻഡ് ദ ഫുൾ മൂൺ ദേ വിൽ അപ്പിയർ ടു ബി ദ സെയിം സൈസ്. എന്നാൽ അസ്തമയത്തെ സൂര്യനെയും പൂർണ്ണചന്ദ്രനെയും നോക്കിയാൽ ഒരേ വലുപ്പമായിട്ട് തോന്നും. എന്തുകൊണ്ടായിരിക്കാം? By that time the sun will be further away from us. It will appear smaller as it gets further away. അതായത് നമ്മൾ ആ സമയമൊക്കെ ആകുമ്പോഴേക്കും സണ്ണ് നമ്മുടെ നിന്ന് കുറച്ച് അകലെയായിരിക്കും അകലം കൂടുന്തോറും നമുക്ക് സണ്ണിൻ്റെ വലുപ്പം കുറയുന്നതായിട്ട് തോന്നുകയാണ്. Place a football on top of the table and observe the size. ഒരു ഫുട്ബോൾ മേശപ്പുറത്ത് വെച്ചിട്ട് അതിൻ്റെ വലിപ്പം നിരീക്ഷിക്കുക. ലേറ്റർ പ്ലേസ് ദ സെയിം ഫുട്ബോൾ ആസ് ഫാർ അവേ ഇൻ ദ സ്കൂൾ കോർട്ട്യാർഡ് ആസ് പോസിബിൾ ആൻഡ് ഒബ്സർവ് ദ സൈസ് ഫ്രം എ ലോങ് ഡിസ്റ്റൻസ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആദ്യം മേശപ്പുറത്ത് വെച്ച് ഒരു ഫുട്ബോളിൻ്റെ വലിപ്പം നോക്കുക. അതിനുശേഷം സ്കൂൾ മുറ്റത്ത് ഏറ്റവും അകലെയായി വെച്ച് ദൂരെ നിന്നും വലിപ്പം നിരീക്ഷിക്കുക. But doesn't the same football appear large at first and small later? അപ്പം നിങ്ങൾ ഒരു ഒരേ ഫുട്ബോൾ തന്നെ ആദ്യം വലുതായിട്ടും പിന്നീട് ചെറുതായിട്ടും അല്ലേ കാണുന്നത്? എന്തായിരിക്കാം കാരണം? അകലം കൂടുന്തോറും നമുക്ക് ചെറുതായിട്ട് തോന്നുകയാണ് പിന്നെ ദ സൺ ഈസ് വെരി ഫാർ അവേ ഫ്രം ദ എർത്ത്. സൂര്യൻ ഭൂമിയിൽ നിന്ന് വളരെ അകലെയാണ് എന്നാൽ ചന്ദ്രനോ? സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചന്ദ്രൻ ഭൂമിയുടെ അടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് നിയറർ ടു ദ എർത്ത് കമ്പയർഡ് ടു ദ സൺ. നെക്സ്റ്റ്, ഡേ ആൻഡ് നൈറ്റ്. പകലും രാത്രിയും. റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സമത ആൻഡ് ഹെർ ഫാദർ ഇൻ അമേരിക്ക. അമേരിക്കയിലുള്ള അച്ഛനോട് സമത സംസാരിക്കുന്നത് ശ്രദ്ധിക്കാനാണ്. അപ്പോൾ സമത പറയാണ്, ഓക്കെ ദെൻ ഫാദർ ഐ ഫീൽ സ്ലീപ്പി, ഗുഡ് നൈറ്റ് എങ്കിൽ ശരിയച്ചാ എനിക്ക് ഉറക്കം വരുന്നു, ഗുഡ് നൈറ്റ് എന്ന് സമത പറയുന്ന സമയത്ത് ഫാദർ എന്താ പറയുന്നത്? ഓക്കെ ഡിയർ ഐ ജസ്റ്റ് റീച്ച്ഡ് ദ ഓഫീസ് ഇൻ ദ മോർണിംഗ് ശരി മോളെ, ഞാൻ രാവിലെ ഓഫീസിലെത്തിയതേ ഉള്ളൂ എന്ന് അച്ഛൻ പറയാണ്. അപ്പോൾ ഒരിടത്ത് പകലാണെങ്കിൽ ഒരിടത്ത് രാത്രിയാണ് വൈ ഈസ് ഇറ്റ് ഡേ ടൈം ഇൻ അമേരിക്ക വെൻ ഇറ്റ് ഈസ് നൈറ്റ് ഫോർ us? നമുക്ക് രാത്രിയായിരിക്കുമ്പോൾ അമേരിക്കയിൽ പകലാകുന്നത് എന്തുകൊണ്ടായിരിക്കാം? നമുക്ക് നോക്കാം കേട്ടോ.
ലെറ്റ്സ് എക്സ്പെരിമെൻ്റ്. അപ്പം നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ക്ലോസ് ദ ഡോർ ആൻഡ് ദ വിൻഡോസ് ഓഫ് യുവർ ക്ലാസ് റൂം. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമിലെ വാതിലും ജനലും ഒക്കെ അടയ്ക്കുക. നൗ ഇറ്റ് ഈസ് ഡാർക്ക് ഇൻസൈഡ് ദ റൂം ഇസിൻറ്റ് ഇറ്റ്. അപ്പോൾ ഈ മുറിക്കുള്ളിൽ ഇരുട്ടാണല്ലോ. വി ക്യാൻ യൂസ് എൻ എമർജൻസി ലാമ്പ് ഫോർ ദ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു എമർജൻസി ലാമ്പ് ഉപയോഗിക്കാം. ഇമാജിൻ ദിസ് ലാമ്പ് ആസ് ദ സൺ. ഇത് സൂര്യനായിട്ടാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. Now illuminate the emergency lamp in such a way that the light falls on the side of the globe with America. അതായത് ആ എമർജൻസി ലാമ്പ് സൂര്യനായിട്ട് സങ്കല്പിക്കുക. എന്നിട്ടോ ഗ്ലോബിൽ അമേരിക്ക ഉൾപ്പെടുന്ന ഭാഗത്ത് വെളിച്ചം വരത്തക്ക വിധം എമർജൻസി ലൈറ്റ് തെളിക്കുക. എവിടെയാണോ അമേരിക്ക കാണുന്നത് അവിടത്തേക്ക് വെളിച്ചം കത്തിക്കുക. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗത്ത് വെളിച്ചം വരുന്നുണ്ടോ? ഇല്ലല്ലേ. അതെന്തുകൊണ്ടാണ്? എന്താണ് നിങ്ങൾ കണ്ടെത്തിയത്? അത് അമേരിക്കയുടെ ഓപ്പോസിറ്റ് സൈഡാണ് അല്ലേ. നൗ കീപ് ദ ഗ്ലോബ് ഓൺ ദ ടേബിൾ ആൻഡ് ടേൺ ഇറ്റ് സ്ലോലി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ബ്രിങ് ദ സൈഡ് വിത്ത് ഇന്ത്യ ടുവാർഡ്സ് ദ ലൈറ്റ്. വാട്ട് ഹാപ്പൻസ് നൗ? ഗ്ലോബിന് മേശപ്പുറത്ത് ക്ലോക്കിൻ്റെ ചലനദിശയ്ക്ക് എതിരായി ഗ്ലോബ് സാവധാനം തിരിച്ച് ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗത്ത് ലൈറ്റ് നേരെ കൊണ്ടുവരിക. ലൈറ്റ് എവിടെയാണോ അവിടെ ഗ്ലോബ് സാവധാനം തിരിച്ച് ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴെന്താണ്? വാട്ട് ഹാപ്പൻസ് നൗ? എന്ത് സംഭവിക്കും? ഇന്ത്യ ലൈറ്റ് ഉണ്ടാവും, ഇന്ത്യയിൽ വെളിച്ചമായിരിക്കും, അമേരിക്കയിൽ ഇരുട്ടായിരിക്കും അല്ലേ, രാത്രിയായിരിക്കും. നൗ ഡസ് ദ ലൈറ്റ് ഫോൾ ഓൺ ദ സെയിം സൈഡ് ദാറ്റ് ഇറ്റ് ഫെൽ അറ്റ് ഫസ്റ്റ്? ടേൺ ദ ഗ്ലോബ് അഗെയിൻ ഇൻ ദ സെയിം വേ. ആദ്യം വെളിച്ചം വീണ ഭാഗത്ത് തന്നെയാണോ ഇപ്പോഴും വെളിച്ചം പതിയുന്നത്? അല്ല അല്ലേ. ഇനി ഗ്ലോബ് മെല്ലെ ഇതേ രീതിയിൽ തിരിക്കുക. അപ്പോഴോ റൈറ്റ് ഡൗൺ ഹൗ ഡേ ആൻഡ് നൈറ്റ് അക്വയർ ഓൺ ദ എർത്ത്. ഭൂമിയിൽ പകലും രാത്രിയും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് എഴുതി നോക്കാനാണ് കേട്ടോ. Due to the rotation of the earth, sunlight is received at different times in different places. ഭൂമി കറങ്ങുന്നത് കൊണ്ട് തന്നെ ഭൂമിയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് സൺലൈറ്റ് ലഭിക്കുന്നത്. Where the sun shine, it will be the day, and where it does not shine, it will be dark. അപ്പോൾ സണ്ണ് കാണുന്ന ഭാഗത്ത് പകലായിരിക്കും, സണ്ണിനെ കാണാത്ത ഭാഗത്ത് ഏതായിരിക്കും? ഇരുട്ടായിരിക്കും, രാത്രിയായിരിക്കും. നെക്സ്റ്റ്, ഇന്ത്യ അവർ കൺട്രി അല്ലേ, നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. ടീച്ചർ, വൈ ആർ ദർ സോ മെനി കളേഴ്സ് ഓൺ ദ ലാൻഡ് ഏരിയ ഓഫ് ദ ഗ്ലോബ്? സയാൻ ആസ്ക്ഡ്. സയാൻ ചോദിക്കുകയാണ്, ടീച്ചറെ എന്തിനാണ് ഗ്ലോബിൽ കരഭാഗത്ത് ഇത്രയും നിറങ്ങളെന്ന്. ഈച്ച് കളർ റെപ്രസെൻ്റ് എ കൺട്രി, ദ ടീച്ചർ സെഡ്. അപ്പോൾ ടീച്ചർ പറയാണ് ഓരോ കളറും എന്താണ്? ഓരോ കൺട്രിയെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ ഇവിടെ ഗ്ലോബിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. പിന്നെയോ വേർ ഈസ് ദ അവർ കൺട്രി ഇൻ ദിസ്? ഇതിൽ നമ്മുടെ രാജ്യം എവിടെയാണ്? ഇന്ത്യ എവിടെയാണ്? ദ ടീച്ചർ ഷോഡ് ദ ചിൽഡ്രൻ ദ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ. യു മേ ഓൾസോ ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ ഓൺ ദ ഗ്ലോബ്. ടീച്ചർ കുട്ടികൾക്ക് ഇന്ത്യയുടെ സ്ഥാനം കാണിച്ചു കൊടുത്തു. ഗ്ലോബിൽ ഇന്ത്യയുടെ സ്ഥാനം നിങ്ങളും കണ്ടെത്തൂ. അവിടെ ഈ ഒരു ചിത്രം തന്നെ നോക്കിക്കേ. ഇഫ് വി കോപ്പി ആൻഡ് ഡ്രോ ദ ബോർഡർ ലൈൻ ഓഫ് ഇന്ത്യ ഓൺ എ പേപ്പർ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദീസ് അല്ലേ. ഇന്ത്യയുടെ അതിർത്തി രേഖ ഒരു കടലാസിലേക്ക് പകർത്തി വെച്ചാൽ ഈ രൂപത്തിലാണ് ആവുക. ഇതിനൊരു പേര് പറയല്ലോ. സച്ച് പിക്ചേഴ്സ് ആർ കോൾഡ് മാപ്സ് അല്ലേ. മാപ്പ് എന്നാണ് പറയുക. അടുത്തത് നാഷണൽ ഫ്ലാഗ്, ദേശീയ പതാക. യു ഹാവ് സീൻ അവർ നാഷണൽ ഫ്ലാഗ് ഹാവിൻ യു? ഇന്ത്യയുടെ ദേശീയ പതാക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിക്കുന്നില്ലേ. ദ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഹാസ് സാഫ്രോൺ കളർ ഓൺ ടോപ്പ്. മുകളിൽ കുങ്കുമമാണ്. പിന്നെയോ വൈറ്റ് ഇൻ ദ മിഡിൽ, നടുക്ക് വൈറ്റ് ആണ്. ആൻഡ് ഗ്രീൻ അറ്റ് ദ ബോട്ടം, താഴെ ഏതാണ്? ഗ്രീൻ ആണ്. ഇറ്റ് ഹാസ് ദ അശോക ചക്ര വിത്ത് 24 സ്പോക്സ് ഓഫ് ബ്ലൂ കളർ ഇൻ ദ മിഡിൽ. മധ്യഭാഗത്ത് നീല നിറത്തിൽ 24 ആരക്കാലുകളുള്ള അശോക ചക്രവുമുണ്ട്. Make a national flag having the correct measurement in a group with the help of your teacher. ക്ലാസ്സിൽ കൂട്ടുകാരോടൊത്തിട്ട് ശരിയായ അളവിലുള്ള ദേശീയ പതാക തയ്യാറാക്കാനാണ്. Let us learn some other symbols of our country. ഇതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് ചില അടയാളങ്ങൾ കൂടെ നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയാണ്? നാഷണൽ ഫ്ലവർ, നാഷണൽ ആനിമൽ, നാഷണൽ എംബ്ലം, നാഷണൽ ബേർഡ്, നാഷണൽ ട്രീ അല്ലേ.
ഇനി അടുത്തത് അവർ സ്റ്റേറ്റിനെ കുറിച്ചാണ്, നമ്മുടെ സംസ്ഥാനം. ഇന്ത്യ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. ഇന്ത്യയെ വിവിധ സംസ്ഥാനങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ദീസ് സ്റ്റേറ്റ്സ് ഡിഫർ ഇൻ ദെയർ ലാംഗ്വേജ്, ക്ലോത്തിങ് ആൻഡ് വേസ് ഓഫ് ലിവിങ്. ഭാഷയിലും വേഷത്തിലും ജീവിത രീതികളിലും ഒക്കെ ഓരോ സംസ്ഥാനവും വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. വിച്ച് ഈസ് അവർ സ്റ്റേറ്റ്? നമ്മളെ സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. ഫൈൻഡ് ഔട്ട് ദ ലൊക്കേഷൻ ഓഫ് കേരളം ഇൻ ദ മാപ്പ് ഓഫ് ഇന്ത്യ ഗിവൺ ഹിയർ. ഈ തന്നിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം കണ്ടെത്താനാണ്. എവിടെയാണ്? അടയാളപ്പെടുത്തുക കേട്ടോ. അവർ കേരളം ഈസ് വെരി സ്മോൾ വെൻ കമ്പയർഡ് ടു ദ ഹോൾ സൈസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആകെ വലുപ്പം താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് കേട്ടോ. ഇനി നമുക്ക് കേരളത്തിനെ കുറിച്ച് പഠിക്കാം. കേരളം വാസ് ഫോംഡ് ആസ് ദ ലാൻഡ് ഓഫ് പീപ്പിൾ ഹൂ മെയിൻലി സ്പീക്ക് മലയാളം. പ്രധാനമായിട്ടും മലയാളം സംസാരിക്കുന്നവരുടെ പ്രദേശം എന്ന നിലയിലാണ് കേരളം രൂപം കൊണ്ടത്. വെൻ ഈസ് കേരള ഫോമേഷൻ ഡേ? കേരളപ്പിറവി. എന്നാണ് മക്കളെ കേരളം രൂപം കൊണ്ടത്? കേരളപ്പിറവി എന്നാണ്? നവംബർ 1-നാണ് അല്ലേ? നവംബർ 1. ഇവിടെ കേരളത്തിൻ്റെ മാപ്പ് തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ഇൻ യുവർ സ്കൂൾ ഇൻ കണക്ഷൻ വിത്ത് കേരളപ്പിറവി? കേരളപ്പിറവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ സ്കൂളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കേരളം ഈസ് ഡിവൈഡഡ് ഇൻ ടു വാരിയസ് ഡിസ്ട്രിക്ട് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. ലുക്ക് അറ്റ് ദ മാപ്പ് ഓഫ് കേരളം ആൻഡ് ഐഡൻറ്റിഫൈ ദ ഡിസ്ട്രിക്ട്സ്. കേരളത്തെ ഭരണസൗകര്യത്തിനായിട്ട് വിവിധ ജില്ലകളായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡിസ്ട്രിക്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി കേരളത്തിൻ്റെ ഈ ഭൂപടം നോക്കിയിട്ട്, ഈ മാപ്പ് നോക്കിയിട്ട് ജില്ലകളെ കണ്ടെത്താനാണ് കേട്ടോ. ഐഡൻറ്റിഫൈ ദ ഡിസ്ട്രിക്റ്റ്. ഹൗ മെനി ഡിസ്ട്രിക്ട്സ് ആർ ദർ ഇൻ കേരളം? എത്ര ജില്ലകളാണ് കേരളത്തിലുള്ളത്? 14 ഡിസ്ട്രിക്റ്റ് ആണ് അല്ലേ? വിച്ച് ഈസ് യുവർ ഡിസ്ട്രിക്റ്റ്? ഏതാണ് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് എന്ന് അവിടെ എഴുതുക കേട്ടോ. റൈറ്റ് ദ ഡിസ്ട്രിക്ട്സ് ഓഫ് അവർ സ്റ്റേറ്റ് ഇൻ ദ ടേബിൾ ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ ഓർഡറിൽ നിങ്ങൾ ഇവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് നെയിംസ് എഴുതണം കേട്ടോ. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. അപ്പോൾ ഇങ്ങനെ എഴുതുക കേട്ടോ. കോപ്പി ആൻഡ് ഡ്രോ ദ മാപ്പ് ഓഫ് കേരളം ആൻഡ് കളർ ഓഫ് യുവർ ഡിസ്ട്രിക്റ്റ്. കേരളത്തിൻ്റെ ഭൂപടം നിങ്ങൾ പകർത്തി വരച്ചിട്ട് നിങ്ങളുടെ ജില്ല ഏതാണോ അതിന് കളറ് കൊടുക്കുക. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇനി ഭൂപടം നിരീക്ഷിച്ചിട്ട്, മാപ്പ് നിരീക്ഷിച്ച് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഡിസ്ട്രിക്ട്സ് ഹാവ് സീ ഷോസ്? കടൽ തീരമുള്ളത് ഏതെല്ലാം ജില്ലകൾക്കാണ്? മക്കൾ അവിടേക്ക് എടുത്തെഴുതുക. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ആർ ദ ഡിസ്ട്രിക്ട് ദാറ്റ് അഡ്ജോയിൻ യുവർ ഡിസ്ട്രിക്ട്? നിങ്ങളുടെ ഡിസ്ട്രിക്റ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, അടുത്ത് നിൽക്കുന്ന ഡിസ്ട്രിക്ട്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ അത് ഓരോരുത്തരുടേതും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരും അല്ല, ഓരോ ഡിസ്ട്രിക്റ്റിലുള്ളവരുടെയും വ്യത്യസ്തമായിരിക്കും. അപ്പം അത് മക്കൾ മാപ്പിൽ നോക്കിയിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിനോട് അടുത്ത് നിൽക്കുന്നത് ഏതൊക്കെയാണെന്ന് ഇവിടെ എഴുതുക കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഡ്രോ എൻ എൻലാർജ്ഡ് മാപ്പ് ഓഫ് കേരളം. നിങ്ങളുടെ കേരളത്തിലെ ഭൂപടം വലുതാക്കി വരയ്ക്കുക. എന്നിട്ട് വരച്ചിട്ട് ഒരു കടലാസിൽ ഒട്ടിക്കണം അല്ലേ. പേസ്റ്റ് ഇറ്റ് ഓൺ എ തിക്ക് പേപ്പർ ആൻഡ് കട്ട് അലോങ് ദ ബോർഡർ ലൈൻസ് ഓഫ് ദ ഡിസ്ട്രിക്ട്സ്. എന്നിട്ട് എന്ത് ചെയ്യണം? ജില്ലകളുടെ അതിർത്തി രേഖകളിലൂടെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. എന്നിട്ടവ കൂട്ടിക്കലർത്ത്. ജംബിൾ ദ പീസസ്, ജോയിൻ ദ പീസസ് ടുഗദർ ടു റീക്രിയേറ്റ് ദ മാപ്പ് ആസ് ബിഫോർ. അതിനുശേഷം ഈ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് ഭൂപടം പഴയതുപോലെ ആക്കുക. ആദ്യം ഒരു കട്ടിയുള്ള പേപ്പറിൽ വരച്ച് ഓരോ ജില്ലകളും ഓരോ ഡിസ്ട്രിക്റ്റും വെട്ടിയെടുത്തിട്ട് ഒന്നായിട്ട് കലബിലാക്കുക. എന്നിട്ട് അതിനുശേഷം ആദ്യത്തെ തന്നെ അത് റെഡിയാക്കുക കേട്ടോ. അടുത്തത് കംപ്ലീറ്റ് ദ വേർഡ് പസിൽ. ഇവിടെ ഒരു പദപ്രശ്നം തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. ഈ പസിലിന് താഴെയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്പർ നോക്കിയിട്ട് ഞാൻ അവിടെ ആൻസർ എഴുതാം. മക്കൾ നമ്പർ നോക്കി താഴോട്ടാണോ നേരെയാണോ എന്നുള്ളത് എഴുതണം കേട്ടോ. ആദ്യത്തേത് വലത്തോട്ടാണ് കേട്ടോ, അക്രോസ് ടു ദ റൈറ്റ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? സിറ്റുവേറ്റഡ് അറ്റ് വൺ എൻഡ് ഓഫ് കേരളം. കേരളത്തിൻ്റെ ഒരു അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? തിരുവനന്തപുരമാണ് അല്ലേ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നൈബറിങ് സ്റ്റേറ്റ് ഓഫ് കേരളം, അയൽ സംസ്ഥാനം, നമ്മുടെ അയൽ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. മൂന്നാമത്തെ ചോദ്യം, ഡിസ്ട്രിക്ട് സറൗണ്ടഡ് ബൈ അതർ ഡിസ്ട്രിക്ട്, മറ്റ് ജില്ലകളാൽ ചുറ്റപ്പെട്ട ജില്ല നമ്മുടെ കേരളത്തിൽ ഏതാണ്? കോട്ടയമാണ്.
പിന്നെ 4ാമത്തെ ചോദ്യം, മലപ്പുറം ആൻഡ് പാലക്കാട് ആർ ദ നൈബറിംഗ് ഡിസ്ട്രിക്ട്സ്. മലപ്പുറവും പാലക്കാടും ഡിസ്ട്രിക്റ്റ് അയൽ ജില്ലകളായ നൈബറിംഗ് ഡിസ്ട്രിക്റ്റ് ആയത് ഏത് ജില്ലയ്ക്കാണ്? തൃശ്ശൂരിനാണ് അല്ലേ. ഇനി ഡൗൺവേർഡ്സ് ആണ്, താഴേക്ക് എഴുതേണ്ടതാണ് കേട്ടോ. 1ാമത്തെ നമ്പറിൽ ഏതാണ്? നൈബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരളം അല്ലേ, അയൽ സംസ്ഥാനം കേരളത്തിൻ്റെ ഏതാണ്? ഒന്ന് കർണാടകയാണ്. പിന്നെ 3ാമത്തത് താഴോട്ട് ഡൗൺവാർഡ്സ് ആണ്. ഹാസ് എ സീ ഷോസ് വയനാട് ആൻഡ് മലപ്പുറം ആർ ദ നൈബറിംഗ് ഡിസ്ട്രിക്ട്സ്. കടൽ തീരമുണ്ട്, വയനാടും മലപ്പുറവുമാണ് അയൽ ജില്ലകൾ, അയൽ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഏതാണ്? കോഴിക്കോടാണ്. പിന്നെ 5ാമത്തത് ഡൗൺവാർഡ്സ്, ദ ഡിസ്ട്രിക്ട് ഷെയർസ് ബോർഡേഡ് വിത്ത് തമിഴ്നാട് ആൻഡ് കർണാടക. ഈ ജില്ല തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്നുണ്ട്. ഏത് ജില്ലയാണ്? വയനാടാണ് കേട്ടോ. ഇനി 6ാമത്തത് താഴോട്ട് ഏതാണ്? ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഏതാണ്? ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ഇനി 7 ഡൗൺവേർഡ്സ് ആണ്. ഇറ്റ് ഷെയർസ് ബോർഡർ വിത്ത് കൊല്ലം ആൻഡ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്. കൊല്ലവും ആലപ്പുഴ ഡിസ്ട്രിക്റ്റും അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണെന്നാണ്? അത് ഇടുക്കിയാണ്. ഇനി നമ്പർ 8 ഡൗൺവാർഡ്സ് ആണ്. ദ സീ അഡ്ജസൻറ്റ് ടു കേരളം. കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന കടൽ ഏതാണെന്ന്? അപ്പോൾ അറേബ്യൻ സീ ആണ് കേട്ടോ. അടുത്തത് നമ്പർ 9, ഇറ്റ് ലൈസ് അഡ്ജസൻറ്റ് ടു മലപ്പുറം ആൻഡ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. മലപ്പുറം തൃശ്ശൂർ ജില്ലകളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ലയാണ് കേട്ടോ. പിന്നെ നമ്പർ 10 ആണ് ഡൗൺവാർഡ്സ്. സീ ലൈസ് ഓൺ വൺ സൈഡ് ആൻഡ് കർണാടക ഓൺ ദ അതർ സൈഡ്. ഇറ്റ് ഹാസ് 3 നൈബറിംഗ് ഡിസ്ട്രിക്റ്റ്. ഒരു വശത്ത് കടലും മറുവശത്ത് കർണാടകയുമാണ്. ഇതിന് 3 അയൽ ജില്ലകളുമുണ്ട്. ഏതാണപ്പോൾ? കണ്ണൂരാണ് കേട്ടോ. ഇനി അപ്വേർഡ്സ് ആണ്. നമ്പർ 7 മേലോട്ട് കേട്ടോ, മുകളിലോട്ട്. ദിസ് ഈസ് എ നൈബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇത് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ്. ഏതാണ്? അപ്പം നിങ്ങൾ നോക്കിയിട്ട് അക്ഷരങ്ങളൊക്കെ നോക്കി ഇതൊക്കെ ഫില്ല് ചെയ്ത് വരുന്ന നേരം അതിൽ മേച്ചായത് എഴുതണം. ഏതാണ്? ഗോവയാണ് കേട്ടോ. പിന്നെ നമ്പർ 10 ആണ്, അതും അപ്വേർഡ്സ് ആണ്, മുകളിലോട്ട്. മലപ്പുറം ആൻഡ് പാലക്കാട് ആർ ദ നിയർ ബൈ ഡിസ്ട്രിക്റ്റ്. മലപ്പുറവും പാലക്കാടും സമീപ ജില്ലകളായത് ഏതാണ്? തൃശ്ശൂരാണ്. പിന്നെ 11, ദ സീ അഡ്ജസൻറ്റ് ടു കേരളം. കേരളത്തോട് ചേർന്നുള്ള കടൽ ഏതാണ്? അപ്പോൾ അതിൻ്റെ ആൻസറും അറേബ്യൻ സീ ആണ് കേട്ടോ, അറബിക്കടലാണ്. ഇനി താഴെ എന്താ ചോദിച്ചിട്ടുള്ളത്? ക്രിയേറ്റ് മോർ സച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്ലേ എ ഗെയിം വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ചോദ്യം ചോദിച്ചൊരു ഗെയിം കളിക്കുക. പ്രിപ്പയർ എ ടേബിൾ അബൌട്ട് യുവർ ഡിസ്ട്രിക്ട് ഇൻക്ലൂഡിങ് ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ജില്ലയുടെ ഒരു പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും അല്ലേ. ആദ്യം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് എഴുതുക, പിന്നെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണെന്ന് എഴുതുക, പിന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ അത്, നൈബറിംഗ് സ്റ്റേറ്റ്സ് എഴുതുക, ഈസ് ദർ എ സീഷോർ ഉണ്ടെങ്കിൽ അത് എഴുതുക, പിന്നെ നൈബറിംഗ് ഡിസ്ട്രിക്റ്റ് എഴുതുക. അങ്ങനെ മക്കളുടേത് ഏതാണോ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് അത് നോക്കിയിട്ട് മാപ്പ് നോക്കിയിട്ട് എഴുതുക കേട്ടോ. അടുത്തത് ടോപ്പോഗ്രഫി ഓഫ് കേരള ആണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി അത് 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? മുകളിലുള്ള ഭാഗം ഹൈ റേഞ്ചേഴ്സ് ആണ്, നടുവിൽ മിഡ്ലാൻഡ്സ്, താഴെ കോസ്റ്റൽ ഏരിയാസ് ആണ് കേട്ടോ. ആർ ഓൾ ദ റീജിയൻസ് ഇൻ കേരളം ദ സെയിം? കേരളത്തിലുള്ള റീജിയൻസ് എല്ലാം സെയിം ആണോ? അല്ല അല്ലേ. ദർ ആർ മെയിൻലി 3 നാച്ചുറൽ റീജിയൻസ് ഇൻ കേരളം. The area adjacent to the sea can be called the coastal areas. കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? കോസ്റ്റൽ ഏരിയാസ് എന്ന് വിളിക്കാം. ആൻഡ് ദോസ് adjacent to the mountains can be called the high ranges. മലയോട് ചേർന്ന് കിടക്കുന്ന മുകൾ ഭാഗത്തെ നമുക്ക് ഹൈ റേഞ്ചസ് എന്ന് വിളിക്കാം. പിന്നെയോ ദ ഏരിയാസ് ഇൻ ബിറ്റ്വീൻ ദം ആർ കോൾഡ് മിഡ്ലാൻഡ്സ്. ഇതിവ രണ്ടിക്ക് നടുക്കായിട്ട് വരുന്ന ആ ഒരു ഏരിയ ആണ് എന്ത്? മിഡ്ലാൻഡ്സ് കേട്ടോ. മക്കളെ ഇവിടെ ഒരു ചിത്രം തന്നെ നോക്കിക്കേ. വാട്ട് ഈസ് ദ കൾട്ടിവേഷൻ ഷോൺ ഇൻ ദ പിക്ചർ? എന്ത് കൾട്ടിവേഷനാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത്? ടീ കൾട്ടിവേഷൻ ആണല്ലേ. ഇൻ വിച്ച് റീജിയൻ സച്ച് എ കൾട്ടിവേഷൻ ഈസ് ഫൗണ്ട്? ഇത് ഏത് റീജിയനിലാണ് ഈ കൾട്ടിവേഷൻ കാണുന്നത്? ഹൈ റേഞ്ചസിലാണ് അല്ലേ. ആർ ദ സെയിം കൈൻഡ്സ് ഓഫ് ക്രോപ്സ് കൾട്ടിവേറ്റഡ് എവ്രിവെയർ? എല്ലാ പ്രദേശത്തും ഒരുപോലെയുള്ള വിളകളാണോ കൃഷി ചെയ്യുന്നത്? നോ അല്ലേ, അല്ല അല്ലേ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
In each regions, they cultivate crops suitable for the topography and climate. ഓരോ റീജിയൻസിലും ടോപ്പോഗ്രഫിയും ക്ലൈമറ്റും ചേഞ്ച് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള ക്രോപ്സ് ആണ് അവർ തിരഞ്ഞെടുക്കുന്നത്. ഇനി താഴെ വേറൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് ദ ഒക്കുപ്പേഷൻ ഷോൺ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ എന്ത് ജോലിയാണ് കാണുന്നത്? മീൻ പിടിക്കുക അല്ലേ, ഫിഷിംഗ് ആണ്. The occupation is a particular area or connected to the characteristics of that area. അതായത് ഒരു പ്രത്യേക പ്രദേശത്തെ തൊഴിലുകൾ ആ പ്രദേശത്തിൻ്റെ സവിശേഷതകളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സം ഓഫ് ദ ഒക്കുപ്പേഷൻസ് ആർ ഫൗണ്ട് എവ്രിവർ. ചില തൊഴിലുകൾ എല്ലായിടത്തും കാണപ്പെടുന്നുണ്ട്. സം ഓഫ് ദം ഒക്കർ ഓൺലി ഇൻ ദ കോസ്റ്റൽ ഏരിയാസ്. കുറച്ച് കോസ്റ്റൽ ഏരിയാസിൽ മാത്രമാണ് കാണപ്പെടുന്നത്. സം അതർ ഒക്കുപ്പേഷൻസ് ഒക്കർ ഓൺലി ഇൻ ഹൈ റേഞ്ചസ് ആൻഡ് മിഡ്ലാൻഡ്സ്. ചില ജോലികളോ ഹൈ റേഞ്ചിലും മിഡ്ലാൻഡിലും മാത്രമാണ് കാണുന്നത്. ദർ ആർ ഒക്കുപ്പേഷൻസ് connected to the geographical characteristics of each locality. ഓരോ പ്രദേശത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുമായി ബന്ധപ്പെട്ട തൊഴിലുകളാണുള്ളത്. ആർ ദേ എനി സച്ച് ഒക്കുപ്പേഷൻസ് ഇൻ യുവർ ഏരിയ? ഫൈൻഡ് ഔട്ട്. നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരം തൊഴിലുകളുണ്ടോ? കണ്ടെത്താനാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന എന്തെങ്കിലും തൊഴിലുകളുണ്ടെങ്കിൽ അവിടെ എഴുതി ചേർക്കുക കേട്ടോ. നെക്സ്റ്റ് എന്താ മക്കളെ തന്നിട്ടുള്ളത്? കേരളത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. ലോങ് സീഷോസിലെ ഇവിടെ വലിയ കടൽ തീരമുണ്ട്. ലാർജ് ആൻഡ് സ്മോൾ റിവേഴ്സ്, ചെറുതും വലുതുമായ റിവേഴ്സ് ഉണ്ട്. പ്ലെൻറ്റി ഓഫ് ബ്ലാക്ക് വാട്ടേഴ്സ്, ഒരുപാട് തടാകങ്ങളുണ്ട്. വാസ്റ്റ് അഗ്രികൾച്ചർ ഫീൽഡ്സ്, ഒരുപാട് പാടങ്ങളുണ്ട്. വെറൈറ്റീസ് ഓഫ് ഫോറസ്റ്റിലെ വ്യത്യസ്തങ്ങളായ കാടുകളുണ്ട്. മൗണ്ടെയിൻ റേഞ്ചസ് ആൻഡ് മിഡോസ്, മലകളും പുൽമേടുകളും ഒക്കെ ഉള്ള ഹൗ ബ്യൂട്ടിഫുൾ ഈസ് അവർ ലാൻഡ് അല്ലേ, എത്ര മനോഹരമാണ് നമ്മുടെ ഭൂമി. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്നത്, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത്. നമുക്ക് ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തത് സർക്കിൾ ദ കറക്റ്റ് ചോയ്സ്. അപ്പോൾ കറക്റ്റിന് നിങ്ങൾ സർക്കിൾ ചെയ്ത് കൊടുക്കുക. അവർ നാഷണൽ ആനിമൽ എലിഫൻറ്റ്, ടൈഗർ, ലയൺ. ഏതാണ്? ടൈഗർ ആണ് അല്ലേ. ദ കളർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ സീ ഓൺ ദ ഗ്ലോബ്. ഗ്ലോബിൽ സീയെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കളറാണ് യൂസ് ചെയ്യുന്നത്? ബ്ലൂ, ഗ്രീൻ, യെല്ലോ. ഏതാണ്? ബ്ലൂ ആണ് അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ, ദ റീജിയൺ വിച്ച് ഈസ് ക്ലോസ് ടു ദ സീ. കടലിനോട് ചേർന്ന് കിടക്കുന്ന റീജിയൺ ഏതാണ്? കോസ്റ്റൽ ഏരിയ ആണ് അല്ലേ. സെക്കൻഡ് എന്താണ്? ട്രൂ ഓർ ഫോൾസ്, ശരിയോ തെറ്റോ അടയാളപ്പെടുത്താനാണ് കേട്ടോ. വൺ എന്താണ്? ദ സൺ ഈസ് ദ സ്റ്റാർ ക്ലോസസ്റ്റ് ടു ദ എർത്ത്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. ശരിയാണോ? ശരിയാണ് അല്ലേ. പിന്നെ സെക്കൻഡ് എന്താണ്? ദ സ്കൈ എക്സിസ്റ്റ് ഓൺലി എബോവ് അവർ ഹെഡ്. നമ്മുടെ തലയ്ക്ക് മുകളിൽ മാത്രമേ ആകാശം നിൽക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ അത് തെറ്റാണ്. ദ സൺ ആൻഡ് ദ മൂൺ ആർ ഓഫ് ദ സെയിം സൈസ്. സൂര്യനും ചന്ദ്രനും ഒരേ വലിപ്പമാണ്. അപ്പം അതും തെറ്റാണ്. പിന്നെ ഫോർത്ത് എന്താ? ദ സീ ഈസ് മോർ ദാൻ ട്വൈസ് ദ ലാൻഡ് ഏരിയ ഓൺ എർത്ത് അല്ലേ. ഭൂമിയിലെ കരവിസ്തൃതിയുടെ ഇരട്ടിയിലേറെയാണ് കടൽ. അപ്പം ശരിയാണ്. പിന്നെ ഫിഫ്ത്ത് എന്താ? ദ സൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു. തെറ്റാണ്. വെൻ ഇറ്റ് ഈസ് നൈറ്റ് ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ഓൾസോ നൈറ്റ് ഇൻ അമേരിക്ക. അപ്പോൾ എന്താ? ഇന്ത്യയിൽ രാത്രിയാകുമ്പോൾ അമേരിക്കയിലും രാത്രിയാണ്. അപ്പോൾ അതും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഡിസ്ട്രിക്റ്റ് ഓഫ് കേരളം ഓൺ ദ മാപ്പ് ആൻഡ് കംപ്ലീറ്റ് ദ കോളംസ്. അപ്പോൾ അവിടെ കുറച്ച് കോളംസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേരളത്തിൻ്റെ മാപ്പ് നോക്കിയിട്ട് ഡിസ്ട്രിക്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഒന്നാമത് എന്താ ചോദിച്ചിട്ടുള്ളത്? വിത്ത് കോസ്റ്റൽ ഏരിയ, തീരപ്രദേശമുള്ള ജില്ലകൾ ഏതൊക്കെയാ? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. മക്കളിത് ഫസ്റ്റ് ബോക്സിൽ എഴുതുക കേട്ടോ. അടുത്തത് എന്താണ്? ഷെയറിംഗ് ദ ബോർഡർ വിത്ത് തമിഴ്നാട്. തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട്. അടുത്തത് ഷെയറിംഗ് ദ ബോർഡർ വിത്ത് കർണാടക. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ, ഡിസ്ട്രിക്റ്റ് ഏതൊക്കെയാ? വയനാടും കാസർഗോഡുമാണ് കേട്ടോ. ലാസ്റ്റ് കോളം, വിത്തൗട്ട് സീ കോസ്റ്റ് ആൻഡ് നോട്ട് ഷെയറിംഗ് ദ ബോർഡേഴ്സ് വിത്ത് അതർ സ്റ്റേറ്റ്സ്. കടൽ തീരമില്ല, ഏതൊരു സ്റ്റേറ്റുമായിട്ടും ബോർഡർ പങ്കിടുന്നുമില്ല, അതിർത്തി പങ്കിടുന്നുമില്ല. അങ്ങനത്തെ ആകെ ഒരു ഡിസ്ട്രിക്റ്റ് മാത്രമാണുള്ളത്, അത് കോട്ടയമാണ്.
ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? കളർ ദ ബോക്സസ് ഗിവൺ അഗെയിൻസ്റ്റ് വേരിയസ് ഒക്കുപ്പേഷൻസ് അക്കോർഡിംഗ് ടു ദ ഇൻഡിക്കേഷൻ ഗിവൺ ബിലോ. താഴെ കുറച്ച് ഒക്കുപ്പേഷൻസ് തന്നിട്ടുണ്ട്, ജോലികൾ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ കോസ്റ്റൽ ഏരിയാസ് ഉള്ള ജോലികൾ, കോസ്റ്റൽ ഏരിയാസിലുള്ള ജോലികളാണെങ്കിൽ ബ്ലൂ കളർ കൊടുക്കുക അതിന് നേരെ. ഇനി ഓൺലി ഇൻ ഹൈ റേഞ്ചസ് ആൻഡ് മിഡ്ലാൻഡ്സ്, ഹൈ റേഞ്ചസിലും മിഡ്ലാൻഡ്സിലും ഉള്ളതാണെങ്കിൽ റെഡ് കൊടുക്കുക. ഫൗണ്ട് ഇൻ ഓൾ ദ റീജിയൻസ്, എല്ലാ റീജിയൻസിലും കാണപ്പെടുന്നതാണെങ്കിൽ ഗ്രീന് കൊടുക്കുക. അപ്പോൾ കാറ്റിൽ ഫാമിംഗ് എന്താണ്? എല്ലാ റീജിയൻസിലും കാണുന്നതാണല്ലോ, അപ്പോൾ ഗ്രീന് കൊടുക്കാം. ഫിഷിംഗ് ഫ്രം ദ സീ എവിടെയാണ്? ഓൺലി ഇൻ കോസ്റ്റൽ ഏരിയാസ് ആണ്. പിന്നെ വെജിറ്റബിൾ കൾട്ടിവേഷൻ എല്ലാ റീജിയൻസിലും ഉള്ളതാണ്, അപ്പോൾ നമുക്ക് ഗ്രീന് കൊടുക്കാം. പിന്നെ കാർഡമം കൾട്ടിവേഷൻ ഹൈ റേഞ്ചസിലും മിഡ്ലാൻഡിലും ഉണ്ട്, അപ്പം നമുക്ക് റെഡ് കൊടുക്കാം. കോഫി കൾട്ടിവേഷൻ അതുപോലെ തന്നെ ഹൈ റേഞ്ചിലും മിഡ്ലാൻഡിലും ആണുള്ളത്, അപ്പോൾ നമുക്ക് റെഡ് കൊടുക്കാം. പിന്നെ ട്രേഡ് എല്ലായിടത്തും ഉണ്ട്, അപ്പോൾ ഗ്രീന് കൊടുക്കാം. റബ്ബർ കൾട്ടിവേഷൻ ഹൈ റേഞ്ചിലും മിഡ്ലാൻഡിലും ആണ്, അപ്പോൾ റെഡ് കൊടുക്കാം. ടൈലറിങ്ങും അതുപോലെ എല്ലായിടത്തും ഉണ്ട്, അപ്പോൾ ഗ്രീന് കൊടുക്കാം. അപ്പോൾ മക്കളെ, ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റ് ക്ലാസ്സുകളുടേതും മറ്റ് സബ്ജക്റ്റും വേണമെങ്കിൽ ഒന്ന് ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.